ജീൻസിന്റെ ടൗസറില്ല മണ്ണിൽ പൊതിഞ്ഞതാണടോ ആമേനി പുഴുക്കൾക്കുള്ളതാണടോ സ്നേഹിത നന്മ മാത്രം ചെയ്തു പോരടോ കെട്ടി 3 കെട്ട് മുറുക്കി കെട്ടി 6 കാല് കട്ടിലിൽ നിന്നെയും കെട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ ചൊല്ലി ഭാര്യ മക്കളോടും പോലും വിടയും ചൊല്ലി പള്ളിക്കാട്ടിലേക്കാണ് യാത്ര, തിരികെ വരാത്തൊരു യാത്ര. കഫാ ബിൽ മൗതി വാഇള. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല ഉപദേശകൻ അത് മരണമാണ്. മറ്റൊരാളുടെ മരണം വീക്ഷിക്കുമ്പോൾ, മരണം അറിയുമ്പോൾ അത് വലിയ ഉപദേശമാണ് നമുക്ക് നൽകുന്നത്. ഈ 2 വീഡിയോയും ഹദീസിൽ പറഞ്ഞതുപോലെയുള്ള അനുഭവം തന്നെയാണ്. മറ്റു മരണങ്ങളെപ്പോലെയല്ല. എല്ലാ മരണങ്ങളും നമുക്ക് ഉപദേശം നൽകുന്നുണ്ട്. ഒന്ന് നന്നാവണം, ഞാനും ഈ ലോകത്തു നിന്ന് വിട പറയാനുള്ളതാണ്, ഞാനും മാറി ചിന്തിക്കേണ്ടവനാണ് എന്ന് ഓരോ മരണവും നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഈ കണ്ട 2 വീഡിയോ വലിയ പാഠങ്ങളാണ് നമുക്ക് നൽകുന്നത്. ഒരാൾ ബസ്സിൽ എന്തൊക്കെ ലക്ഷ്യങ്ങളുണ്ടാവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. രാവിലെ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ തൻ്റെ വീട്ടിലെ, തൻ്റെ കുട്ടികളുടെ സ്കൂൾ ഫീസടക്കം, വീട്ടിലെ ചെലവടക്കം, അങ്ങനെ തുടങ്ങി നമ്മുടെ നിത്യജീവിതത്തിലുള്ള എന്തൊക്കെ ആശകൾ മനസ്സിൽ കൊണ്ടായിരിക്കും അദ്ദേഹം വന്നിട്ടുണ്ടാവുക. അദ്ദേഹം ഹാർട്ട് അറ്റാക്ക്, ഒരു പ്രതീക്ഷയുമില്ലാതെ അറ്റാക്ക് സംഭവിച്ച് മരണപ്പെടുകയാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ എന്തൊക്കെയോ നേടിയെടുക്കാൻ വേണ്ടി വലിയ ഓടിപ്പാച്ചലിലാണ്. അതിനിടയിൽ അത് ദീൻ അനുവദിക്കുന്ന രൂപത്തിലാണെങ്കിൽ സ്വാഗതാർഹമാണ്, ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അല്ലാതെ കുടുംബങ്ങളൊക്കെ പോറ്റേണ്ട, തൻ്റെ മക്കളെയും ഭാര്യയെയും തൻ്റെ മാതാപിതാക്കളെയും ഒക്കെ നോക്കേണ്ട ആളുകൾ ദിക്റും സ്വലാത്തും ചൊല്ലി ഒരു ഭാഗത്ത് ഇരിക്കണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സമ്പാദിക്കേണ്ടവർ തന്നെയാണ്. നമുക്ക് പഠിപ്പിക്കപ്പെട്ട ദുആ പോലും റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന എന്നാണ്. ദുനിയാവിലും ഞങ്ങൾക്ക് നീ ഗുണം ചെയ്യണം, ഞങ്ങൾക്ക് വേണ്ടത് എല്ലാം ഹലാലായ രൂപത്തിൽ റബ്ബേ നീ നൽകണം എന്നാണ് മുഅ്മിനിൻ്റെ പ്രാർത്ഥന തന്നെ. അപ്പോൾ ഇവിടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കേണ്ടവർ തന്നെയാണ് നമ്മൾ. അതേസമയം അതിനു മാത്രം സമയങ്ങളൊക്കെ ചെലവഴിച്ചിട്ട് അതിനു മാത്രം തൻ്റെ ജീവിതം മാറ്റിവെക്കുമ്പോൾ യഥാർത്ഥമായ ജീവിതത്തെക്കുറിച്ച് ഒരു ബോധവും ഇല്ലാതെ സമ്പാദിക്കലിൽ മാത്രം ജീവിതം ഒതുങ്ങുമ്പോഴാണ് ഇത്തരം സംസാരങ്ങളുടെ ആവശ്യം വരുന്നത്. അതുപോലെ ഈ ലോകത്തു നിന്ന് എനിക്കും ഒരു വിട പറയലുണ്ട് എന്ന് ചിന്തിക്കാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടും ചെറുതാക്കി കണ്ടുകൊണ്ടും അങ്ങനെയുള്ള ജീവിതമൊക്കെ ആവുമ്പോഴാണ് ഇത്തരം സംസാരങ്ങൾ ആവശ്യമായി വരുന്നത്. ഇതിൽ നിന്നൊക്കെ വലിയ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ആരെയും ചെറുതാക്കി കാണാതെ, ആരെയും നിസ്സാരപ്പെടുത്താതെ, ചെറിയവരോട് കരുണ കാണിച്ച് വലിയവരെ ബഹുമാനിച്ച്, അത് മതം നോക്കിയോ സംഘടനകൾ നോക്കിയോ ഒന്നും അല്ലാതെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ തന്നെ ജീവിക്കാൻ തയ്യാറാവണം. അതിനൊക്കെയുള്ള വലിയ പാഠമാവട്ടെ ഇത്തരം സാഹചര്യങ്ങളും സംഭവങ്ങളും എന്ന് ഉണർത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.